ഹായ് ഹലോ, സിജിയാണ് കേട്ടോ. കൊലസും കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണും ഏതാണ് നമ്മുടെ വീഡിയോയുടെ കണ്ടന്റ് എന്ന്. മറ്റൊന്നുമല്ല, ബൊഗെയിൻവില്ല അഥവാ കടലാസ് ചെടിയാണ്. നമ്മൾ കൊല്ലം ട്രിവാൻഡ്രം ഭാഗത്തൊക്കെ ഈ ഒരു ബൊഗെയിൻവില്ലയെ കടലാസ് ചെടി എന്നാണ് ഒട്ടുമിക്ക പേര് വിളിക്കുന്നത്. ഇതിന് പല സ്ഥലങ്ങളിലും പലതരത്തിലുള്ള പേരുകളും വിളിക്കാറുണ്ട്. നമുക്ക് എല്ലാവർക്കും തന്നെ ഈ ബൊഗെയിൻവില്ല ചെടി ഇലകൾ കാണാതെ ഇങ്ങനെ പൂത്തിരിക്കണമെന്നാണ് എല്ലാവർക്കും ആഗ്രഹം. നമ്മൾ ചില നഴ്സറികളൊക്കെ വിസിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ കാണാം അതിമനോഹരമായ ബൊഗെയിൻവില്ല ചെടികൾ ഒരു ഇല പോലും കാണാതെ ഇങ്ങനെ പൂത്ത് നിൽക്കുന്നത് കാണാം. അത് കണ്ട് ഇഷ്ടം തോന്നിയിട്ട് നമ്മൾ അവരോട് ചെന്ന് ആ ചെടിയുടെ വിലയൊക്കെ ഒന്ന് ചോദിച്ചു കഴിയുമ്പോൾ വില കേട്ട് കഴിയുമ്പോൾ നമ്മൾ തല കറങ്ങി തറയി വീഴും. അത്രയ്ക്കും വിലയാണ് ബൊഗെയിൻവില്ല ചെടികൾക്ക്, അത്യാവശ്യം മെച്ചറായിട്ടുള്ള ഒരു ബൊഗെയിൻവില്ല ചെടികൾക്കൊക്കെ വരുന്നത്. അതുപോലെ നമ്മുടെ ബൊഗെയിൻവില്ല ചെടികളും ഇല കാണാതെ പൂക്കളിടാൻ കുറച്ച് വഴികളൊക്കെയുണ്ട്. അതൊക്കെ നമ്മൾ ഇപ്പോൾ ചെയ്യുകയാണെങ്കിൽ ഒരു ഡിസംബർ ജനുവരി മാസമൊക്കെ ആകുമ്പോൾ ഇല കാണാതെ നിറഞ്ഞ് പൂക്കളും ഉണ്ടാകും. അപ്പോൾ അതിനുവേണ്ടി എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ കണ്ടന്റ്. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടമായാൽ തീർച്ചയായും ഒരു സബ്സ്ക്രൈബ് തരാൻ മറക്കണ്ട. കൂടെ നിങ്ങളുടെ പ്ലാൻ ലവേഴ്സ് ആയിട്ടുള്ള ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കണ്ട. ഇനി നിങ്ങൾ ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട. മുമ്പൊക്കെ നമുക്ക് ക്ലൈമറ്റിനെ കുറിച്ചൊക്കെ ഒരു ഏകദേശ ധാരണ ഉണ്ടായിരുന്നു. അതായത് ഇന്ന സമയത്ത് മഴയായിരിക്കും, ഇന്ന സമയത്ത് വെയിലായിരിക്കും, അപ്പോൾ ഈ സമയത്ത് വസന്തകാലമായിരിക്കും, അപ്പോൾ നിറയെ പൂക്കളുണ്ടാകും എന്നൊക്കെ നമുക്ക് പ്രവചിക്കാൻ പറ്റും. ഇപ്പോഴത്തെ ആ ഒരു ക്ലൈമറ്റിൻ്റെ സിറ്റുവേഷൻ അങ്ങനെയൊന്നുമല്ല. എപ്പോഴും മഴയും വെയിലും ഒക്കെ ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ മഴ സമയത്ത് ബൊഗെയിൻവില്ലാസിലൊന്നും തന്നെ പൂക്കൾ അധികം ഉണ്ടാകാറില്ല. അതിപ്പോൾ ഹൈബ്രിഡിലാണെങ്കിലും നാടനിലാണെങ്കിലും പൂക്കളിൻ്റെ അളവ് വളരെ കുറവായിരിക്കും. പിന്നെ ബൊഗെയിൻവില്ലാസിന് മെയിനായിട്ട് വേണ്ടത് വെയിലാണ്. എത്രത്തോളം വെയിൽ ലഭിക്കുമോ അത്രത്തോളം വെയിൽ ബൊഗെയിൻവില്ലാസിന് നല്ലതാണ്. വെയിലിൻ്റെ ആ ഒരു അളവ് കിട്ടുന്നതിനനുസരിച്ച് അതിലുണ്ടാകുന്ന പൂക്കളുടെ അളവ് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് ബൊഗെയിൻവില്ലാസ് ഉണ്ട്. അപ്പോൾ അതിനെ നമുക്ക് പൂക്കളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിപ്പോൾ എന്ത് ചെയ്ത് കൊടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ വെയിൽ കിട്ടുന്ന സ്ഥലം കുറച്ച് കുറവാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ഹൈറ്റിലാണ് ആ ഒരു പ്ലാന്റൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും അതിലുണ്ടാകുന്ന കളകളും മറ്റുമൊക്കെ പറിച്ചു മാറ്റാനൊക്കെ വളരെ പ്രയാസവുമാണ്. അപ്പോൾ അതുകൊണ്ട് അതിപ്പോൾ നിറയെ കളകളൊക്കെ വളർന്ന് ആകെ ഇതായിരിക്കണം. അപ്പോൾ അതിനെല്ലാം എടുത്ത് നമുക്കൊന്ന് വൃത്തിയാക്കി അതിൽ കുറച്ച് നുറുക്ക് പണികളൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ ഡിസംബർ ജനുവരിയൊക്കെ ആകുമ്പോൾ നിറഞ്ഞ് പൂക്കുകയും ചെയ്യും. അപ്പോൾ ഇതാണ് ഇപ്പോൾ എൻ്റെ ബൊഗെയിൻവില്ലയുടെ അവസ്ഥ. അപ്പോൾ ഇതൊരു ഹൈറ്റിലായിരുന്നു വെച്ചിരുന്നത്. കാരണം ഇവിടെ എല്ലാ സ്ഥലത്തും അങ്ങനെ വെയിൽ കിട്ടാത്തതുകൊണ്ട് ഞാൻ ഒരു ഹൈറ്റിൽ വെച്ചിരുന്നു. അപ്പോൾ എപ്പോഴും നമുക്ക് കയറി ക്ലീൻ ചെയ്യാനും ഒന്നും പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ചുവട്ടിലൊക്കെ നിറയെ കളയൊക്കെ വളർന്നിട്ടുണ്ട്. അതുപോലെ മഴ ആയതുകൊണ്ട് തന്നെ ഇതെല്ലാം നന്നായിട്ട് കൊമ്പൊക്കെ നീണ്ട്, ഒത്തിരി കൊമ്പൊക്കെ നീണ്ട് വളർന്നേക്കുന്നത്. അതെല്ലാം നോക്കിയാൽ മനസ്സിലാകും, കൊമ്പൊക്കെ ഒത്തിരി നീണ്ടിട്ടുണ്ട്. അപ്പോൾ പൂക്കളും ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. മഴയാണെങ്കിലും അങ്ങിങ്ങായിട്ട് കുറച്ച് പൂക്കളൊക്കെ ഉണ്ട്. നല്ല ഡാർക്ക് കളറിലത്തെ ഒരു ഇതാണ്. പിന്നെ ഏതാണ്ട് ഇതൊരു ബ്രിക്ക് കളറിലത്, അങ്ങനെ ഒത്തിരി കളറിലത് ഞാൻ പല പല കളറുകൾ ഒരുമിച്ച് ഒക്കെ നട്ടു വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇതിനെ ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് കുറച്ച് വളങ്ങളും കാര്യങ്ങളും ഒക്കെ കൊടുക്കാം. അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ബൊഗെയിൻവില്ലയ്ക്ക് എപ്പോഴും പൂക്കാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ പ്രോപ്പറായിട്ട് പ്രൂൺ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. പ്രോപ്പർ പ്രൂണിങ് ആണ് ഇതിനെ ഒത്തിരി നല്ല ഭംഗിയിൽ നിർത്തുന്നതും നിറയെ പൂക്കളൊക്കെ ഉണ്ടാകാൻ സഹായിക്കുന്നതും. അപ്പോൾ നമുക്കിതിനെല്ലാം ഇതിൻ്റെ കളയെല്ലാം പറിച്ചിട്ട് ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കാം. അപ്പോൾ പ്രൂണിങ് ചെയ്യുമ്പോൾ പുതിയ പുതിയ ബ്രാഞ്ചസ് വരികയും അതിന് പുതിയ പുതിയ മുകളങ്ങൾ ഉണ്ടായിട്ട് ഇതിന് പൂക്കളുണ്ടാകുകയും ഒക്കെ ചെയ്യും. നമ്മൾ നഴ്സറികളിലൊക്കെ ഇരിക്കുന്ന ചെടികളൊക്കെ കണ്ടാൽ മനസ്സിലാവും, അവർ വെട്ടി ഒതുക്കി നല്ലൊരു കുഞ്ഞു മരം പോലെയൊക്കെ ആയിരിക്കും നിർത്തിയിരിക്കുന്നത്. അതായത് അതിനെ നമ്മൾ പ്രോപ്പറായിട്ട് പ്രൂൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയിൽ ഈ ചെടി വളർന്നു വരും. പിന്നെ നമ്മൾ 2 വർഷത്തിൽ ഒരിക്കലൊക്കെ ആകുമ്പോൾ നമ്മൾ ഈ പ്ലാന്റിനെ ഒന്ന് റീപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ ഞാൻ ഇതിൽ വെച്ചിട്ട് 1 വർഷമൊക്കെ ആയതേ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യേണ്ടതിൻ്റെ ആവശ്യമില്ല. അടുത്ത പ്രാവശ്യം നമുക്കിതിനെ റിപ്പോർട്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ ബൊഗെയിൻവില്ലാസ് നടുമ്പോൾ അത്യാവശ്യം നമ്മൾ വലിയ ഒരു ചട്ടിയിൽ വേണം നമ്മൾ നട്ടു കൊടുക്കുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് എപ്പോഴും റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ആവശ്യമായിട്ടുള്ള വളങ്ങൾ അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ ചെറിയ ഒരു പോട്ടിലാണ് നടുന്നതെങ്കിൽ നമ്മൾ വർഷാവർഷം നമ്മൾ എപ്പോഴും റീപ്പോർട്ട് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. കാരണം അതിൻ്റെ വേരെല്ലാം തിങ്ങി നിറഞ്ഞ് ആ പോട്ടൊക്കെ പൊട്ടാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിലും നമ്മളിതിനെ റിപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ബെറ്റർ നമ്മളൊരു വലിയ പോട്ടിൽ നട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കളയൊക്കെ നമുക്കൊന്ന് പറിച്ചു മാറ്റാം. നന്നായിട്ട് വേരെല്ലാം ഉറച്ചിരിക്കുകയാണ്. അപ്പം അതിനെല്ലാം ഒന്ന് പറിച്ച് മാറ്റിയിട്ട് നമുക്കിതിനെ പ്രൂൺ ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഈ ഒരു സ്റ്റെമ്മ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല മെച്ചറായിട്ടുള്ള ഒരു ബൊഗെയിൻവില്ലയാണ്. അപ്പോൾ ബൊഗെയിൻവില്ല ഇങ്ങനെ നമ്മൾ വെട്ടി ഒതുക്കുകയാണെങ്കിൽ ഇവിടെ നല്ല വണ്ണം വെച്ച് വരും. ശരിക്കും നമ്മളെ ഏജ് അനുസരിച്ച് ഇവിടെ വണ്ണം വെച്ച് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിനെ നമ്മൾ ഇനി നന്നായിട്ട് പ്രൂൺ ചെയ്ത് കൊടുക്കണം.
ഒരു വർഷത്തിൽ നമ്മൾ 2 തവണ പ്രൂണിങ് ചെയ്യണം. ഹാർഡ് പ്രൂണിങ്ങും ഉണ്ട്, സോഫ്റ്റ് പ്രൂണിങ്ങും ഉണ്ട്. സോഫ്റ്റ് പ്രൂണിങ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഈ മുകളിലറ്റമൊക്കെ നമ്മൾ ചെറുതായിട്ടൊന്ന് കട്ടൊക്കെ ചെയ്ത് കൊടുക്കുന്നതിനാണ് സോഫ്റ്റ് പ്രൂണിങ് എന്ന് പറയുന്നത്. ഹാർഡ് പ്രൂണിങ് എന്ന് പറയുമ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇലകളൊന്നുമില്ലാതെ എല്ലാ ഭാഗവും തീർത്ത് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നതിനാണ് ഹാർഡ് പ്രൂണിങ് എന്ന് പറയുന്നത്. അപ്പം നമുക്കിപ്പം ഇവിടെ വെച്ച് ഇതിനെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ എടുക്കുന്ന കത്തി ഒന്ന് സ്റ്റെറിലൈസ് ചെയ്ത കത്തി എടുക്കണം. കാരണം അങ്ങനെ എടുത്തില്ല എങ്കിൽ ചിലപ്പോൾ വല്ല ഫംഗൽ ഇൻഫെക്ഷനൊക്കെ വന്ന് നമ്മളെ ചെടി തന്നെ നശിച്ചു പോകും. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ നമ്മളിതുപോലെ ചരിച്ച് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഭാഗവും ചരിഞ്ഞ് നിൽക്കും. അപ്പോൾ അതിൽ വെള്ളമൊന്നും കെട്ടി നിന്ന് കേടാകത്തൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് ഈ ഒരു പാർട്ട് തന്നെ നമുക്ക് പുതിയ തൈകൾ നടാനൊക്കെ, പുതിയതായിട്ട് തൈകൾ ഉണ്ടാക്കാനൊക്കെ ഈ ഒരു കട്ടിങ് തന്നെ എടുക്കാൻ പറ്റും. അപ്പോൾ ഇതിനെ നമുക്ക് നന്നായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഒറ്റ ഇലയില്ലാതെ കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ നമ്മളിതുപോലെ വലിയ പോട്ടാണെങ്കിൽ ഇതിൽ നമുക്ക് ഇനിയും സ്ഥലമുണ്ട്. അപ്പോൾ ഇതനുസരിച്ച് നമുക്ക് വീണ്ടും നമുക്ക് പോട്ടി മിക്സൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ചെറിയ പോട്ടാണ് എടുക്കുന്നതെങ്കിൽ അതിലോട്ട് നമുക്കിതുപോലെ വളമൊന്നും ഇട്ട് കൊടുക്കാൻ പറ്റത്തില്ല, കുറച്ച് സ്ഥലമല്ലേ കാണത്തുള്ളൂ. അപ്പോൾ ഇതിൽ നമുക്കിനി ഇതിൻ്റെ ഈ മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. മണ്ണിളക്കുമ്പോൾ അതിൻ്റെ വേരുകളൊന്നും തന്നെ പൊട്ടിപ്പോവരുത്. പൊട്ടിപ്പോവാതെ നമുക്ക് പതുക്കെ ഇതിൻ്റെ മണ്ണെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കും. അപ്പം നമ്മൾ ഇളക്കാതെ ഇതിൽ വളവും ഒന്നും ഇട്ട് കൊടുത്തിട്ട് കാര്യമില്ല. അപ്പം ഇത് അധികം നമ്മൾ ആ വേരൊന്നും പൊട്ടാതെ നമ്മളിതിനെ ഇളക്കിയിട്ട് വേണം നമ്മൾ വളമൊക്കെ ഇട്ട് കൊടുക്കാൻ. അല്ലെങ്കിൽ വേരൊക്കെ നശിച്ചിട്ട് പെട്ടെന്ന് ചിലപ്പം പ്ലാന്റ് കേടുവന്നു പോകാനും കാരണമാവും. നമ്മൾ കുറേ വർഷമൊക്കെ കൊണ്ട് വളർത്തുന്ന ബൊഗെയിൻവില്ലയൊക്കെ പെട്ടെന്ന് നശിച്ചു പോയാൽ അത് പിന്നെ നമുക്ക് വലിയ സങ്കടമാകും. അപ്പോൾ നമ്മളിതിനെ വേരിന് കംപ്ലൈൻ്റ് ഒന്നും ഇല്ലാതെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കും. എന്നിട്ട് ഇതിലിടാനായിട്ട് ഞാൻ എടുക്കുന്നത് ഈക്വൽ അളവിൽ ചാണകപ്പൊടി, ഉണങ്ങിയ ചാണകപ്പൊടിയും പിന്നെ നമ്മുടെ എല്ലുപൊടിയും കൂടിയാണ്. ചിലർ നമ്മുടെ നീം കേക്കും കൂടി ഇടാറുണ്ട്, അതായത് വേപ്പ് പിണ്ണാക്കും കൂടി ഇടാറുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ വേപ്പും പിണ്ണാക്ക് ഇടുന്നില്ല. അത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലോട്ട് കുറേശ്ശെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ പോട്ടിൻ്റെ ഈ സൈഡിലായിട്ട് ഇട്ട് കൊടുക്കണം. അതായത് പോലെ ആ സ്റ്റെമ്മിൽ തട്ടിച്ചിടാതെ ചുറ്റോട് ചുറ്റ് നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പം നമ്മളൊരു ഇങ്ങനെ വളവും എല്ലുപൊടിയും ചാണകവും ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ട് അതിങ്ങനെ മുകളിൽ മാത്രം ഇട്ട് കൊടുക്കരുത്. അതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് മണ്ണും കൂടി ഇട്ട് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ ആ കുത്തി ഇളക്കണ മണ്ണ് തന്നെ അതുകൊണ്ടൊന്ന് മൂടി കൊടുക്കുകയും ചെയ്യണം. അപ്പം ഞാനിപ്പം ഇവിടെ എൻ്റെ സൈഡിലായിട്ടൊന്നിട്ട് വേറെ കുറച്ച് മണ്ണ്, വെറും മണ്ണ് ഇട്ട് കൊടുത്താലും മതി. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും തയ്യാറാക്കി വെച്ചിരുന്ന പോട്ടി മിക്സ് ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ വെറുതെ കുറച്ച് മണ്ണും കൂടെ ഇതിൻ്റെ ടോപ്പിലായിട്ട് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. ഇതിലായിട്ട് കുറച്ച് ഇതിൽ സാധാ മണ്ണ്, പ്രത്യേകിച്ച് പോട്ടി മിക്സ് ഒന്നും ആയിട്ട് ഉണ്ടാക്കിയല്ല, സാധാ കുറച്ച് മണ്ണും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. മണ്ണും കൂടെ ഇട്ട് ഇളക്കി അങ്ങ് വെച്ച് കൊടുക്കുക. അപ്പം നമ്മൾ വളമൊക്കെ കൊടുത്തു കഴിയുമ്പം അതിങ്ങനെ അതിൻ്റെ മുകൾ ഭാഗത്ത് ഓപ്പൺ ആയിട്ടിരിക്കാതെ നമുക്കിതുപോലെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ റീപോർട്ട് ചെയ്യാതെ ഇതിനെ ഇതുപോലെ കട്ട് ചെയ്തൊക്കെ എടുത്തിട്ട്, അതായത് നമ്മൾ പ്രൂൺ ചെയ്തിട്ട് വെച്ചിരിക്കുകയാണെങ്കിൽ ഇതിനെ നമുക്ക് ഡയറക്റ്റ് തന്നെ നമുക്ക് വെയിലുള്ള സ്ഥലത്തോട്ട് വെക്കാം. ഇനി അതെല്ലാം നമ്മൾ റീപോർട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ഒരാഴ്ചയൊക്കെ നമ്മൾ ഷെയ്ഡിലൊക്കെ വെച്ചതിന് ശേഷം പുതിയ ലീഫുകളൊക്കെ വന്നിട്ട് വേണം നമ്മളിതിനെ വെയിലത്തോട്ട് എടുത്ത് വയ്ക്കാൻ. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് NPK 19-19-19. അപ്പോൾ ഇത് നമ്മുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നതിന് ചെടികൾക്ക് നല്ലതാണ്. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ഇതുപോലുള്ള ഏതെങ്കിലുമൊക്കെ പ്ലാന്റ്സുകൾ പ്രൂൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പ്രൂൺ ചെയ്തതോടൊപ്പം നമ്മൾ ഇതുപോലത്തെ NPK 19-19-19 കൂടി നമ്മൾ കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് അതിൽ ഇലകളൊക്കെ വരികയും നല്ല കരുത്തോടു കൂടി അത് വളർന്നു വരികയും ചെയ്യും. അപ്പോൾ ഇതിനിപ്പോൾ നമ്മൾ നന്നായിട്ട് പ്രൂൺ ചെയ്ത്, അപ്പോൾ ഓൾറെഡി നമ്മൾ ഇതിലോട്ട് ചാണകം കൊടുത്തിട്ടുണ്ട് എങ്കിൽ തന്നെ ഇതിലോട്ട് നമ്മൾ ഈ NPK 19-19-19 കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അതിൽ 1 ടീസ്പൂൺ എടുത്തിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി അത് നമുക്ക് ഇതിൻ്റെ തണ്ടുകളിലൊക്കെ സ്പ്രേ ചെയ്തും കൊടുക്കാം. അതേപോലെ തന്നെ ചുവട്ടിൽ ഒഴിച്ചും കൊടുക്കാം. ഇതുപോലെ 1 ലിറ്റർ വെള്ളത്തിൽ നമ്മൾ ഇതുപോലെ 1 ടീസ്പൂൺ ഇതെടുക്കുക. അല്ലെങ്കിൽ 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയാലും മതി. ഇതിൻ്റെ ചുവട്ടിലോട്ട് സൈഡ് മാറ്റി നമുക്കിങ്ങനെ ഒഴിച്ചു കൊടുക്കും. ഒഴിച്ചു കൊടുക്കുന്നതോടൊപ്പം ഇതിൻ്റെ തണ്ടിലും ഒക്കെ ആയിട്ട് നമ്മളൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇതിൽ പുതിയ ബ്രാഞ്ചുകളൊക്കെ വരും. അപ്പോൾ നമ്മൾ NPKയും അതേപോലെ
എല്ലുപൊടിയും ചാണകവും ഒക്കെ കൊടുത്ത് വെച്ചിരിക്കണം. അപ്പോൾ ഇനി അത് അവിടെ ഇരുന്ന് കരുത്തോടു കൂടി വളർന്നോളും. അപ്പോൾ ഒരു 10-15 ദിവസം കഴിയുമ്പോൾ ഇതിൽ നിറയെ പുതിയ ബ്രാഞ്ചുകളും സ്റ്റെമ്മുകളും ഒക്കെ വരും. അപ്പോൾ ഈ ഇലകൾ, കുഞ്ഞു കുഞ്ഞു ഇലകൾ വന്നു കഴിയുമ്പോൾ നമ്മൾ ഇതിന് DAP കൊടുക്കണം. DAP എന്ന് പറയുന്നത് ഡൈ അമോണിയം ഫോസ്ഫേറ്റ് ആണ്. അപ്പോൾ അത് കൊടുത്തു കഴിയുമ്പോൾ അതിൽ ഫോസ്ഫറസിൻ്റെ അളവ് ഒരുപാട് കൂടുതലാണ് DAPയിൽ. അപ്പോൾ DAP നന്നായിട്ട് വലിയ വലിയ പൂക്കൾ ഉണ്ടാകാനും ആ ഉണ്ടായ പൂക്കൾ കൊഴിഞ്ഞു പോകാതിരിക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു കെമിക്കലാണ് ഫോസ്ഫറസ്. അപ്പോൾ നമ്മൾ DAP ഇതിന് കൊടുക്കണം. അപ്പോൾ DAP ചെറിയ ചെറിയ മണികളായിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ അതിന് നമ്മൾ ഒരു സ്പൂണോ അല്ലെങ്കിൽ ഒരു ഹാഫ് സ്പൂണോ എടുത്തിട്ട് ഒരു ചട്ടിയുടെ ചുവട്ടിലായിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് പെട്ടെന്ന് പൂക്കാൻ സഹായിക്കുന്ന എല്ലാ പ്ലാന്റ്സുകൾക്കും നമുക്ക് DAP കൊടുക്കാൻ പറ്റും. അപ്പോൾ DAP ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നിറഞ്ഞ് പൂത്ത് വരികയും ചെയ്യും. അപ്പോൾ നമുക്ക് ബാക്കിയും കൂടെയൊക്കെ അങ്ങനെയൊക്കെ ഒന്ന് ആക്കി വെച്ചിട്ട് വരാം. അപ്പോൾ നമ്മുടെ ബൊഗെയിൻവില്ലാസിനെ എല്ലാത്തിനെയും ഒന്ന് കാടൊക്കെ പുഴുത് വൃത്തിയാക്കി മണ്ണൊക്കെ ഇളക്കി അതിൽ വീണ്ടും നമ്മൾ വളമൊക്കെ കൊടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴൊരു ഡിസംബർ ജനുവരി മാസത്തിലേക്കൊക്കെ ആകുമ്പോൾ നിറഞ്ഞ് പൂത്ത് വരികയും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു പൂക്കൾ വെട്ടിക്കളയാൻ എനിക്ക് മനസ്സ് വന്നില്ല. അതുകൊണ്ട് ഇതിനെ ഞാൻ പ്രൂൺ ചെയ്തില്ല. ഈ ഒരു കൊമ്പ് ഇവിടെ നിർത്തിയിട്ടുണ്ട്. ബാക്കിയൊക്കെ ഒന്ന് പ്രൂൺ ചെയ്ത് നന്നായിട്ട് വളവും എല്ലാം ഒക്കെ കൊടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ നമ്മൾ പ്രൂൺ ചെയ്ത് കളയുന്ന കൊമ്പുകളെ നമുക്ക് കളയണ്ട കേട്ടോ. ഇതിനെ നമുക്ക് പുതിയ പുതിയ പ്ലാന്റുകൾ ഉണ്ടാക്കാനെടുക്കാം. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ഏറ്റവും നൈസായിട്ടുള്ള കമ്പാണ്, ഒട്ടും മണ്ണമില്ലാത്ത കമ്പാണ്. നമുക്ക് പുതുതായിട്ട് പൊടിപ്പിച്ചെടുക്കാൻ, എളുപ്പത്തിൽ പൊടിപ്പിച്ചെടുക്കാൻ നല്ലതായി ഇതുപോലത്തേക്ക് വളരെ തിന്നായിട്ടുള്ള കമ്പുകൾ കിട്ടുകയാണെങ്കിൽ നമുക്കിതിനെ പൊടിപ്പിച്ചെടുക്കാം. അതെങ്ങനെയാണെന്ന് കാണിക്കാം. അപ്പോൾ ഇതുപോലത്തെ ഏത് കൊമ്പുകളെയും നമുക്ക് എടുക്കാം. വണ്ണം കുറഞ്ഞ കൊമ്പുകൾ വേണമെന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ലീഫുകളെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമ്മളിത് ഇതുപോലത്തെ കൊമ്പായാലും മതി. ലീഫുകളൊന്നും നിർത്തിയേക്കേണ്ട. എല്ലാ ലീഫിനെയും നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ട് അതിൻ്റെ സൈഡ് ഇതുപോലെ സൈഡ് ചരിച്ച് കട്ട് ചെയ്തെടുക്കും. ഒറ്റ ലീഫും വേണ്ട. ഇനിയിപ്പം ലീഫ് വേണമെന്ന് നിർബന്ധമുള്ളവർക്ക് ഒരു ലീഫും കാണും, ഒന്ന് നിർത്തിയാൽ മതി. അതുപോലെ നമുക്കിതെല്ലാം കട്ട് ചെയ്ത് മാറ്റാം. അപ്പം മുറ്റിയ കമ്പിൻ്റെ കാട്ടി നല്ലത് മുറ്റാത്ത കമ്പാണ്. അതിനെയാണ് നമുക്ക് പുതിയതായിട്ട് തൈകൾ ഉണ്ടാക്കാൻ നല്ലത്. അപ്പം നമുക്ക് വേണമെങ്കിൽ ഇതിൽ ഒരെണ്ണം നിർത്തിയൊക്കെ ഇത് പാടിപ്പോണ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ അതെടുക്കാം. അപ്പോൾ ഇതുപോലത്തെ പീസുകൾ നമ്മൾ എടുത്തിട്ട് എല്ലാ ലീഫുകളും കട്ട് ചെയ്ത് കളയണം. ഒരു ലീഫ് ഞാൻ വെറുതെ നിർത്തിയെന്നേ ഉള്ളൂ. ഇത് നമ്മൾ വളങ്ങളൊന്നും ചേർക്കാത്ത മണ്ണെടുത്തിട്ട് അതിലോട്ട് ജസ്റ്റ് കുത്തി കൊടുക്കണം. ഇത് ഏകദേശം ഇതിൽ പുതിയൊരു മുളയൊക്കെ വരാൻ 1 മാസത്തോളം ഒക്കെ എടുക്കും. അപ്പം നമ്മളിതിനെ ചെന്ന് ഉണങ്ങിപ്പോയെന്നും കരുതി ഇതിനെ പുഴുത് കളയുകയൊന്നും ചെയ്യരുത്. അതിനവിടെ തന്നെ നിർത്തിയിരിക്കും. ഒരു മാസമൊക്കെ എടുക്കും ഇതിന്നൊരു പുതിയ നാമ്പ് വരെ. അപ്പോൾ പുതിയ ഒരു ലീഫൊക്കെ വന്നിട്ട് പിന്നെ നമുക്ക് വളമൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിത് പല ബൊഗെയിൻവില്ലാസിൻ്റെ കമ്പുകൾ ഒരുമിച്ച് ഒരു പോട്ടിലാണ് നട്ടു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് പുതിയ മുകുളങ്ങളൊക്കെ വന്നിട്ട് നമുക്ക് വളമൊക്കെ കൊടുത്ത് ഇതിനെ വേറൊരു പോട്ടിൻ മിക്സിലോട്ട് മാറ്റി കൊടുക്കാം. അങ്ങനെ നട്ടുകൊടുക്കുമ്പോഴത്തേക്ക് ഇത് വളർന്നു വരുമ്പോൾ പല കളറിലുള്ളത് ഒരു പോട്ടിൽ തന്നെ പല പല കളറിലുള്ള ബൊഗെയിൻവില്ലാസ് ആയിരിക്കും. അപ്പോൾ കാണാൻ നല്ല ഒരു ഭംഗിയുമായിരിക്കും. അപ്പോൾ ഡിസംബർ ജനുവരി മാസം തൊട്ട് നമ്മുടെ ബൊഗെയിൻവില്ല ഇലകൾ കാണാതെ പൂക്കാൻ വേണ്ടി ചെയ്ത കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇത്ര മാത്രമേ ഉള്ളൂ. അതിനെ പ്രോപ്പറായിട്ട് പ്രൂൺ ചെയ്ത് കൊടുക്കുക. പിന്നെ പൂക്കാൻ ആവശ്യമായിട്ടുള്ള വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക. നമ്മൾ പ്രൂൺ ചെയ്ത് കഴിയുമ്പോൾ അതിൽ NPK മുതലായ വളങ്ങൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതിൽ ഒത്തിരി പുതിയ ബ്രാഞ്ചുകളും ലീഫുകളും ഒക്കെ വരികയും ചെയ്യും. അപ്പോൾ അതിൻ്റെ വളർച്ച പെട്ടെന്ന് നന്നായിട്ട് വളർന്നതിന് ശേഷം അതിന് നിറയെ ബ്രാഞ്ചൊക്കെ വരുമ്പോൾ പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് അതിലോട്ട് പൂക്കാനുള്ള വളം കൊടുക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി നമ്മൾ കൊടുക്കുന്നതാണ് എല്ലുപൊടി കൊടുക്കാം. പിന്നെ നമുക്ക് DAP കൊടുക്കാം. DAP എന്ന് പറയുന്നത് പൂക്കാൻ വളരെ ഉപയോഗപ്രദമായിട്ടുള്ള ഒരു കെമിക്കലാണ്. അപ്പോൾ അതിൽ ഫോസ്ഫറസിൻ്റെ അളവ് കൂടുതലായതുകൊണ്ട് തന്നെ വലിയ അളവിലുള്ള പൂക്കളും അതേപോലെ കൊഴിയാതെ പൂക്കൾ ഉണ്ടായാൽ തന്നെ കൊഴിയാതെയും ഒക്കെ നിൽക്കും. പിന്നെ നമ്മൾ ബൊഗെയിൻവില്ല വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനെ നമ്മൾ ഡെയിലി നനച്ച് കൊടുക്കാൻ പാടില്ല. നമ്മളിങ്ങനെ ഡെയിലി നമ്മൾ അതിനെ നനച്ച് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ബ്രാഞ്ചുകളൊക്കെ ഒത്തിരി ഇലച്ച് വളരും. അതായത് പൂക്കളൊന്നും ഉണ്ടാകാതെ ബ്രാഞ്ചൊക്കെ നന്നായിട്ട് വളർന്നങ്ങ് പോവുകയുള്ളൂ. അപ്പോൾ പൂക്കൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഇതിൽ നമ്മൾ വെള്ളം ഒഴിക്കുന്നത് കുറയ്ക്കണം. എപ്പോൾ ഇതിൻ്റെ ലീഫൊക്കെ നന്നായിട്ട് വാടി തളർന്ന് നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷനിൽ മാത്രമേ നമ്മൾ ബൊഗെയിൻവില്ലാസിന് വെള്ളം ഒഴിച്ച് കൊടുക്കാവൂ. അതായത് അതിന് നന്നായിട്ട് സ്ട്രെസ്സ് ഫീൽ ചെയ്യണം. ആ ഒരു സ്ട്രെസ്സിലാണ് ഇത് പൂക്കാൻ തുടങ്ങുന്നത്. പിന്നെ ഇതിൻ്റെ പൂക്കളിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. നമ്മൾ ആ കാണുന്നത് ശരിക്കും അതിൻ്റെ പൂക്കളല്ല, അതിൻ്റെ ലീഫുകളാണ്. പൂക്കളെന്ന് പറയുന്നത് വളരെ ചെറിയ ഒരു കുഞ്ഞ് കൊളാമ്പി പോലെ നിൽക്കുന്ന കുഞ്ഞിതാണ് അതിൻ്റെ പൂക്കളായിട്ട് കാണുന്നത്. പിന്നെ ബൊഗെയിൻവില്ലാസിന് വേണ്ടത് നല്ല വെയിലാണ്. എത്രത്തോളം വെയിൽ ലഭിക്കുമോ അത്രത്തോളം വെയിൽ വേണം ബൊഗെയിൻവില്ലാസിന് നിറഞ്ഞു പോകാൻ. പിന്നെ ഹൈബ്രിഡ് ആയിട്ടുള്ള ബൊഗെയിൻവില്ലാസിൽ എപ്പോഴും പൂക്കൾ കാണും. നമ്മുടെ നാട്ടിൽ അങ്ങനെ എപ്പോഴും പൂക്കൾ കാണില്ല, സീസണലായിട്ടൊക്കെ പൂക്കൾ ഉണ്ടാകാറുള്ളൂ.
അപ്പോൾ പൂക്കളൊക്കെ കൊഴിഞ്ഞ് കഴിയുമ്പോൾ വേണം നമ്മൾ അതിനെ പ്രൂൺ ചെയ്യാനും ഇതുപോലുള്ള വളങ്ങളൊക്കെ കൊടുക്കാനും ചെയ്യും. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് നമ്മുടെ ബൊഗൈൻ വില്ല നിറഞ്ഞ് പൂക്കാൻ വേണ്ടി ചെയ്യേണ്ടത്. ഈ ബൊഗൈൻ വില്ലാസിനെ നമുക്ക് വലുതാക്കി വളർത്തണമെങ്കിൽ വലിയ വലിയ പോട്ടിലോട്ട് മാറ്റി കൊടുക്കണം. ഇനി അതിനെ ചെറുതാക്കി നിർത്തി വളർത്തണമെങ്കിൽ ചെറിയ പോട്ടിൽ നമുക്ക് വെട്ടി ഒതുക്കി വളർത്തി കൊടുത്താൽ മതി. അപ്പോൾ ഡിസംബർ ജനുവരി മാസത്തിലൊക്കെ നമ്മുടെ ബൊഗൈൻ വില്ലാസ് എല്ലാം നിറഞ്ഞ് ഇല കാണാതെ പൂക്കാൻ വേണ്ടിയിട്ടുള്ള ഈ വീഡിയോയുടെ ടിപ്സുകളും ട്രിക്സുകളും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട. നിങ്ങളുടെ പ്ലാൻ ലവേഴ്സ് ആയിട്ടുള്ള ഫ്രണ്ട്സിന് ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കുക. ഇനി നിങ്ങൾ ഈ വീഡിയോ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കൂടി മറക്കാതിരിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരേക്കും ബൈ ഫ്രം സിജി നിയാസ്. താങ്ക് യു ഫോർ വാച്ചിങ്.